നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 112. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതി സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 112 പ്രഥമ സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. അത് സീതാതപത്രവ്യജനൈരുപസ്കൃത പ്രസൂനവർഷൈരഭിവർഷിത പഥി പിശങ്കവാസാവനമാലയാ ബഭൂ ഘനോ യഥാർക്കോഢുപചാപവൈദ്യുതൈ. സിതാതപത്രവ്യജനൈരുപസ്കൃതാ പ്രസൂനവൈഷൈരഭിവർഷിതപഥി പിശങ്കവാസാ വനമാലയാം ബഭൂ ഘനോ യഥാർക്കോഢുപചാപവൈദ്യുതൈ. ഇവിടെ ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സിതങ്ങളായ കുടകൾ, സിതാതപത്രം അതായത് വെഞ്ചാമരക്കുട നല്ല പട്ടുകുട എന്നൊക്കെ അർത്ഥം പറയാം. സിതാഹാതപത്ര വ്യജനൈ സിതങ്ങളായ കുടകൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ടവനും വഴിയിൽ പുഷ്പവർഷങ്ങളാൽ 4 ഭാഗത്തും വർഷിക്കപ്പെട്ടവനും മഞ്ഞ വസ്ത്രത്തോടുകൂടിയവനുമായ കൃഷ്ണൻ വനമാല കൊണ്ട് ചന്ദ്രൻ, ചാപം, മിന്നൽ ഇവയാൽ അർക്കോടുപചാപവൈദ്യുതേ സൂര്യൻ, ചന്ദ്രൻ, ചാപം, മിന്നൽ ഇവയാൽ എന്നർത്ഥം. സൂര്യൻ, ചന്ദ്രൻ, ചാപം, മിന്നൽ ഇവയാൽ മേഘം പോലെ ശോഭിച്ചു. അത് ഒരു കാവ്യഭംഗിയാണ്. അത് അതിൻ്റെ അർത്ഥം വ്യക്തമാവുക അനുഭാവാർത്ഥം പറയുമ്പോഴേ ഉള്ളൂ. തലയ്ക്കുമീതെ വെൺകൊറ്റക്കോട നല്ല വെളുത്ത എന്ന് തന്നെ അർത്ഥം പറയണം. വെൺകൊറ്റക്കോട, പാർശ്വഭാഗങ്ങളിൽ വെഞ്ചാമരങ്ങൾ, വഴിയിൽ ജനസമൂഹം എതിർന്ന പുഷ്പവർഷം, ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ട്, മാറിൽ ധരിച്ചിരിക്കുന്ന വനമാല ഇവയാൽ ശ്രീകൃഷ്ണൻ സൂര്യൻ, നക്ഷത്രസഹിതനായ ചന്ദ്രൻ, മഴവില്ല്, മിന്നൽ പിണർ ഇവയെക്കൊണ്ട് നീലമേഘമെന്ന പോലെ ശോഭിച്ചു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, മഴവില്ലുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് അവിടെ ചന്ദ്രന് മാത്രമല്ല പറഞ്ഞത്, നക്ഷത്രസഹിതമായ ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാൾ ഭംഗി കൃഷ്ണനാകുന്ന കാർമേഘത്തിനാണ്, അല്ലെങ്കിൽ കാർമേഘമാകുന്ന കൃഷ്ണനാണ്. ഇതാണ് നമ്മൾക്ക് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, അതിൽ നിന്ന് കിട്ടുന്ന രശ്മികൾ കൊണ്ട് ശോഭിക്കപ്പെടുന്ന ചന്ദ്രൻ, അതിലൊന്നും ശോഭില്ല. നാരായണനാണ് ശോഭ. അതാണ് പറഞ്ഞ കാവ്യഭംഗിയാണെന്ന് പറയാൻ കാരണം. ഇത് അത് ഉപമയാണ്. എങ്ങനെ? അത്ഭുതത്തോടു കൂടിയിട്ടുള്ള ഉപമയാണെന്ന് പറയണം, മനസ്സിലായിരിക്കണം. അത് കഴിഞ്ഞാൽ 28-ാമത്തെ ശ്ലോകം പറയണു. പ്രവിഷ്ടസ്തു ഗൃഹം പിതൃ പരിഷ്യക്ത സ്വമാതൃഭി വവന്ദേ ശിരസാ സപ്തദേവകീ പ്രമുഖാമുദാം. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്യക്ത സ്വമാതൃഭി വവന്ദേ ശിരസാ സപ്തദേവകീ പ്രമുഖാമുദാം. മാതാപിതാക്കന്മാരുടെ ഭവനത്തെ പ്രവിഷ്ടനായിട്ട്, അതായത് പ്രവേശിച്ചവനായിട്ട്, തൻ്റെ അമ്മമാരാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനായിട്ട്, ദേവകി മുതലായ 7 പേരെ
സന്തോഷത്തോടുകൂടെ ശിരസ് കൊണ്ട് വന്ദിച്ചു. ഇവിടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടൊരു ഉപദേശമുണ്ട്. കുറേ മാസങ്ങൾക്ക് ശേഷം മഹാഭാരത യുദ്ധത്തിന് വേണ്ടി പോയി മഹാഭാരത യുദ്ധം നടത്തി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഭീഷ്മ പിതാമഹൻ തെരഞ്ഞെടുത്ത സമയത്ത് സ്വച്ഛന്ത മൃത്യു അനുഭവിക്കാനുള്ള ഒത്താശകളൊക്കെ ചെയ്ത് രാജ്യഭരണം കിട്ടിയിട്ടുള്ള ധർമ്മപുത്രർക്ക് ഉപദേശങ്ങളൊക്കെ ഭീഷ്മരാൽ കൊടുക്കപ്പെട്ട് അവിടുന്ന് പോന്നു. കുറേ മാസത്തിന് ശേഷം തൻ്റെ ദ്വാരകാപുരിക്ക് വരുമ്പോൾ ആദ്യം എവിടെ കയറിയത്? അമ്മയുടെ ഗൃഹത്തിൽ. ഇത് എനിക്ക് നിങ്ങൾക്കും ബാധകമാണ്. ഇതില്ലാതെ കണ്ട് നമ്മൾ ജോലി സ്ഥലത്തു നിന്നാണെങ്കിലും മറ്റ് സ്ഥലത്തു നിന്നാണെങ്കിലും നേരെ ഭാര്യ വീട്ടിലേക്ക് പോയി സൗകര്യമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയെ കാണാൻ പോക്കല്ല. എന്താ പോലും തെറ്റ് ചോദിച്ചാൽ തെറ്റ് അമ്മയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയെയും അച്ഛനെയും ശ്രദ്ധിക്കാതെ കണ്ട് നമ്മൾ സ്വർണ്ണക്കൊടി മരം കയറ്റിയിട്ടും കാര്യമില്ല. കാരണം ഈശ്വരനെ നമ്മൾ കണ്ടിട്ടുമില്ല, കാണൂല. കണ്ടു എന്ന് പറഞ്ഞവരൊക്കെ ബ്രഹ്മം ഉള്ളവരാണ്, തലയ്ക്ക് സുഖമില്ലാത്തവരാണ് എൻ്റെ ഭാഷയിൽ. കാരണം ബ്രഹ്മാവിന് കൂടി കാണാൻ പറ്റാത്തത് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കത് എഗ്രി ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രഗ്രന്ഥങ്ങളുടെ മാധ്യമത്തിൽ കൂടി ഈശ്വരീയതയുടെ മാർഗത്തിൽ കൂടെ ഈശ്വരീയത അനുഭവിക്കാം. ടു ബി കൈൻഡ് ടു ആൾ. അതിന് മീതെ നമ്മൾക്ക് ഭഗവാൻ എന്ന് പറയാൻ പറ്റിയ ഒരാളെ കാണാൻ പറ്റില്ല. കാരണം എന്താ? അങ്ങനെ ഒരാളില്ല എന്നെ. ഭഗവാൻ അവതാരം എടുക്കുന്നത് എങ്ങനെ വിചാരിച്ചാൽ സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാക്കാതെ കണ്ടുള്ള എല്ലാ കാര്യങ്ങളും തരികട തിത്തിത്തൂം. തരികടയാണ്. കഥകളിയിൽ കൃഷ്ണനെ കണ്ടു, കൃഷ്ണാടങ്കളിയിൽ കൃഷ്ണനെ കണ്ടു, എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. വേണ്ട. ആർദ്രത വരുന്നുണ്ടോ? ശരി, ഓക്കെ. ആർദ്രത വരുന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയെയും കമ്പിപ്പാര കൊണ്ട് കൊല്ലുവോ? അപ്പോൾ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇനി ഞാൻ അതിൽ കൂടുതൽ സമയം ചിലവഴിക്കണില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. അങ്ങനെ പട്ടണവീതിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ വാസസ്ഥാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിച്ചപ്പോൾ അമ്മമാർ വന്ന് ആലിംഗനം ചെയ്തു. ദേവകി മുതലായ 7 പേരെ ദണ്ഡനമസ്കാരം ചെയ്തു. അമ്മയെ നീണ്ടു നിവർന്ന് വീണ് നമസ്കരിക്കണം, അല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. എന്നിട്ടോ സന്തോഷപൂർവം വന്ദിച്ചു. വസുദേവരുടെ 7 പത്നിമാരെയും അമ്മമാരെന്ന് ഭഗവാൻ കരുതിയിരിക്കുന്നുവെന്ന് സാരം. അടുത്ത ശ്ലോകം 29. താ പുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധരാ ഹർഷ വിഹ്വലതാത്മാന ശിശുചൂർണേത്രജൈർജലൈ. താ പുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധരാ ഹർഷവിഹ്വലിതാത്മാന ശിശുചൂർണേത്രജൈർജലൈ. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ആർദ്രത വരണമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ അമ്മമാർ എന്ത് ചെയ്തു? ഇത്രയും വലിയ ആളെ മടിയിൽ പിടിച്ചിരുത്തിയെന്നാണ് പറഞ്ഞത്. അതാണ് അവ പറഞ്ഞു. പിന്നെ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ സ്നേഹത്താൽ ഒഴുകിയ മുലപ്പാലോടും. ആലോചിച്ച് നോക്കൂ. സ്നേഹത്താൽ
അതായത് കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാവുന്ന അമ്മമാരുടെ ഒരു വികാരത്തിനെ പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പോൾ സ്നേഹത്താൽ ഒഴുകിയ മുലപ്പാലോടും സന്തോഷത്താൽ പരവശമായ മനസ്സോടും കൂടിയ അവർ പുത്രനെ തൻ്റെ മടിയിൽ അംഗത്തെ ആരോപിച്ചിട്ട് നേത്രങ്ങളിൽ നിന്നുണ്ടായ ജലം കൊണ്ട് സേചനം ചെയ്തു, അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ തലയിൽ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് തലയിൽ ഉമ്മ വെച്ച് ആനന്ദാശ്രുക്കളെ കൊണ്ട് കൃഷ്ണന് അഭിഷേകം ചെയ്തു എന്ന്. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ പിന്നുണ്ടാവും, സമ്പന്നരുടെ ഇടയിൽ ഉണ്ടാവില്ല. കാരണം ഐലിഡും അതിന്തൊക്കെ വെച്ചിട്ട് കരയില്ല വരും. അതാണ് സാധാരണക്കാർക്ക് അങ്ങനെയല്ല സംഭവിക്കും. സാധാരണക്കാരനാവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. എത്രത്തോളം അസാധാരണത്വം വരുന്നോ അത്രത്തോളം കാപ്പട്യങ്ങൾ നിറയും. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. പുത്രനെ കണ്ട മാത്രയിലുണ്ടായ ആർദ്രഭാവത്താൽ മുലപ്പാൽ വെളിക്ക് ധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നവരും സന്തോഷം അധികരിച്ച മനസ്സോടുകൂടിയവരുമായ ദേവകി മുതലായവർ ക്രമത്തിൽ മകനെ മടിയിലിരുത്തി ആനന്ദബാഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അടുത്ത ശ്ലോകം 30. അധാവിശൽ സ്വഭവനം സർവകാമമനുത്തമം പ്രസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശാം. അധാവിശത് സ്വഭവനം സർവകാമമനുത്തമം പ്രസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശാം. അനന്തരം കാക്ഷിക്കത്തക്ക സർവരും ഉൾപ്പെട്ടതും അത്യുത്തമവുമായ സ്വന്തം രാജധാനിയെ പ്രവേശിച്ചു. യാതൊന്നിൽ ഭാര്യമാർക്ക് 16,000 പ്രാസാദങ്ങളുണ്ട്. പ്രാസാദങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ മാളികകളാണ്. അതാണ് പ്രാസാദം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം അധികമൊന്നുമില്ല. അതിനുശേഷം അമ്മമാരെ അച്ഛനെ ഒക്കെ കണ്ട് നമസ്കരിച്ചതിന് ശേഷം 16,108 ഭാര്യമാർ ഇരുന്നു വരുന്ന അത്ര തന്നെ പ്രാസാദങ്ങളോട് കൂടിയതും. ഇപ്പം നമ്മൾക്കൊരു കാര്യം മനസ്സിലാവണം. ഭഗവാൻ മായയെ അവലംബിച്ചിട്ടാണ് അവതാരം ചെയ്യുന്നത്. ഭഗവാൻ അതിൽ ന ലേന ന ദേന. ഭഗവാന്റെ ഔത്സുക്യം എന്തുമാത്രമേ ഉള്ളൂ? സജ്ജനങ്ങൾക്ക് അവരവരുടെ ഹൃദയകമലത്തിൽ നിരീക്ഷിക്കാനും സ്നേഹിക്കാനും ആർദ്രത എക്സ്പ്രസ് ചെയ്യാനും ധ്യാനിക്കാനും ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കുക, ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യുക. അതിൽ കവിഞ്ഞ ഒരു അജണ്ടയില്ല അവിടെ. ഇന്നിപ്പോൾ ഈ ദേവീദേവന്മാരുടെ പേരിൽ എന്തെല്ലാം ഗോഷ്ഠികളാണ് നടക്കുന്നത്. നാവ് പുറത്തേക്ക് ഇട്ടാൽ നമ്മൾ ഭഗവതിയാവുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വയസ്സായി? ഒരു 40 വയസ്സിലും മീതുള്ളവർക്ക് അറിയാലോ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ദേവിയായിട്ട് ആരെങ്കിലും സാധാരണക്കാർ നാവ് പുറത്തേക്ക് ഇട്ട് വന്ന് കൈ ഇങ്ങനെ കാണിച്ചാൽ, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. നമ്മുടെ ഉള്ളിൽ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനാണ്, അല്ലാണ്ട് ഈ പുറമേക്കുള്ള എക്സ്പ്രഷൻ അല്ല. ചിലവർ കണ്ടല്ലോ, തലയെ കട്ടൊക്കെ കെട്ടി ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ഒരു വടിയൊക്കെ ഇങ്ങനെ പിടിച്ച് എനിക്കിപ്പോൾ വരും, ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ദേവിയായിട്ട് ഉത്തരം പറയാം. വാട്ട് എ പിറ്റി, വാട്ട് എ പിറ്റി. മനുഷ്യൻ ദൈവീകമായ ഗുണഗണങ്ങളെ അവലംബിച്ചിട്ടാണ് ഉയരേണ്ടത്. എന്താ അത്? ദൈവികമായ ഗുണഗണങ്ങൾ. ടു ബി കൈൻഡ് ടു ആൾ, നത്തിങ് എൽസ്. എല്ലാ ജീവജാലങ്ങളോടും. ടു വാട്ട് പേഴ്സൻറ്റേജ്, എത്ര പേഴ്സൻ്റ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം.
അത് 100% ആകുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരീയത ഉണ്ട് എന്നുള്ളത്. മടക്കി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്ക് അയ്യോ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലല്ലോ മോനെ എന്ന് പറഞ്ഞയക്കണവർക്ക് ഈശ്വരീയത ഇല്ല. അവർ ഈശ്വരീയതയുള്ള മനസ്സുമായി ഈശ്വരീയതയുള്ള ചോദ്യകർത്താവിനെ നിരാകരിച്ചു. നീ കുറെ കൂടി സംശുദ്ധമായ മനസ്സോടുകൂടി ജീവിച്ചാൽ നിനക്ക് പലരും തരും, നിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് തരില്ല എന്ന് പറഞ്ഞാൽ തർക്കടില്ല. കാരണം എന്താ, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാവും വേണം. ആ വ്യക്തിയുടെ ജീവിത രീതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, മനസ്സിലൊന്നും പ്രവൃത്തി ഒന്നും ആയാൽ ഈശ്വരൻ പ്രസാദിക്കില്ല. കാരണം എൻ്റെ മനസ്സാക്ഷിയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സാക്ഷി. അതുതന്നെയാണ് എനിക്ക് ഈശ്വരൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരൻ. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം അതിന് ശേഷം 16,108 ഭാര്യമാരിയ്ക്കുന്ന ഇരുന്ന് വരുന്ന അത്ര തന്നെ പ്രാസാദങ്ങളോട് കൂടിയതും ഏറ്റവും ശ്രേഷ്ഠമായതും ആഗ്രഹിക്കത്തക്ക സകല സാധനങ്ങളും അടങ്ങിയതുമായ സ്വന്തം രാജധാനിയെ ഭഗവാൻ പ്രാപിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? 31-ാമത്തെ ശ്ലോകം. പത്ന്യഃ പതിം പ്രോഷ്യാഗൃഹാനുപാഗതം വിലോക്യ സഞ്ജാതമനോ മഹോത്സവാ ഉത്തസ്തുരാത് സഹസാസനാശയാത് സാഗം വ്രതൈ വ്രീഡിതലോചനാനനാം. പത്ന്യാ പതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോ മഹോത്സവാ ഉത്തസ്തുരാത് സഹസാസനാശയാത് സാഗം വ്രതൈ വ്രീഡിതലോചനാനനാം. എന്താ പറഞ്ഞത്? പത്നികളെ ദൂരദേശത്തിൽ വസിച്ചിട്ട് ഭവനങ്ങളെ പ്രാപിച്ചിരിക്കുന്ന ഭർത്താവിനെ ദൂരത്തിൽ കണ്ടിട്ട് മനസ്സിൽ സംജാതമായ മഹോത്സവത്തോടു കൂടിയവരും. ഇവിടെ മനസ്സിൽ സംജാതമായ സംഭവിച്ച മഹോത്സവത്തോടു കൂടിയത്. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിലത്തെ ഒരു സ്നേഹം, ഇല്ലെങ്കിലത്തെ ഒരു പ്രതികൂല മുഖമീർപ്പിക്കൽ. അതല്ല, ഭർത്താവ് വരണു, അത്രയേ ഉള്ളൂ. അദ്ദേഹം സമ്പന്നനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭർത്താവാണ്, എന്നെ ഭരിക്കുന്നവനാണ്, ഞാൻ സ്വയം സമർപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോൾ ആ വ്യക്തി വരുമ്പോൾ മനസ്സിൽ ഉത്സവാഘോഷം തിമിർത്തിട്ടില്ലെങ്കിൽ അതിനെന്താ അർത്ഥം? നമ്മൾ ഭർത്താവിനെ അല്ല സ്നേഹിക്കുന്നത്. പിന്നെയോ കയ്യിൽ എന്താ കൊണ്ടുവരുന്നത് അതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. വളരെ ഡെപ്തുള്ളൊരു കാര്യമാണത്. അപ്പോൾ ലജ്ജയോടുകൂടിയ കണ്ണുകളോടും മുഖങ്ങളോടും കൂടിയവരുമായിട്ട്, ലജ്ജ അത് വലിയൊരു ക്വാളിറ്റിയാണ്, പുരുഷനല്ല സ്ത്രീക്ക്. ഭർത്താവിൻ്റെ സവിധത്തിൽ നീ ലജ്ജിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ലജ്ജയോടുകൂടിയ കണ്ണുകളോടും മുഖങ്ങളോടും കൂടിയവരുമായിട്ട് വ്രതങ്ങളോടുകൂടെ എത്ര ആൾക്ക് വ്രതങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ? സനാതന ധർമ്മിസ്റ്റുകൾ എന്ന് അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർക്ക്, സ്ത്രീകൾക്ക് എത്ര പേർക്ക് വ്രതങ്ങളുണ്ട്? സംശുദ്ധമായ വ്രതങ്ങൾ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ വ്രതങ്ങളോടുകൂടെ ആസനങ്ങളിൽ നിന്നും അന്ധക്കരണത്തിൽ നിന്നും പെട്ടെന്ന് ഉദ്ധാനം ചെയ്തു. ദഹിക്കില്ല ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക്, എനിക്കറിയാം. കാരണം
ആസന ആസനാശ കിടക്കുകയാണ്, ഇരിക്കുകയാണ്, ആ സമയത്താണ് ഭഗവാൻ വരുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് വരുന്നത്. കണ്ടില്ല എന്ന് നടിക്കാൻ തിരിഞ്ഞു കിടക്കുകയല്ല ചെയ്യുന്നത്, പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. എങ്ങനെ? ആസനങ്ങളിൽ നിന്നും അന്ധക്കരണത്തിൽ നിന്നും. എന്താ അന്ധക്കരണത്തിൽ നിന്ന് പറഞ്ഞാൽ? എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം സാധിക്കാതെ കണ്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനൊന്നും ഇയാളെ കുറ്റം പറയരുത്. കാരണം അവരവരുടെ തലയിലെഴുത്താണ് പ്ലസ് മൈനസ് ഉണ്ടാവുന്നത്. അതിന് ഭർത്താവിനൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചക്കയ്ക്കൊത്ത ചങ്കരൻ നമ്മൾ പറയും നാട്ടിൽ. അരവും കൂടിയ കിന്നരം എന്നൊരു പ്രോവർബ് പറയും. എന്താ അങ്ങനെ പറഞ്ഞാൽ? രണ്ട് കൂട്ടരും ഓവർ സ്മാർട്ടായാൽ ലഹളയാണ്. നേരെ മറിച്ച് സ്ത്രീ കുറച്ച് പരുഷ സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് ശാന്തസ്വരൂപനാവും. അല്ല, ഇനി ഭർത്താവ് കുറച്ച് പരുഷ സ്വഭാവനാണെങ്കിൽ സ്ത്രീ മയമുള്ളവളാവും. കാരണം എന്നാലാണ് ഈ ദാമ്പത്യ ജീവിതം വിജയിക്കുള്ളൂ. ദാമ്പത്യ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരുടെയും ഇൻ്റലിജൻസ് ഒരേപോലെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ അന്ധകരണത്തിൽ നിന്ന് ഉണർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നാവസ്ഥയിൽ നിന്ന് ഉണർന്നു എന്ന് അർത്ഥം പറയണം. സ്വപ്നാവസ്ഥ. അപ്പോൾ പെട്ടെന്ന് ഉദ്ധാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. പരിഭ്രമിച്ച് എണീട്ടു. ഇപ്പോൾ പരിഭ്രമമുണ്ടോ? ഭർത്താവ് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ പരിഭ്രമമില്ല നമ്മൾക്ക്. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഭാര്യമാർ അന്യദേശങ്ങളിൽ സഞ്ചാരം ചെയ്ത്, ഇത് ഭാഗവതാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്, ഇത് ശസ്ത്രഗ്രന്ഥമാണ്. എന്താ ശസ്ത്രം എന്ന് പറഞ്ഞാൽ? പിന്നെ ആയുധങ്ങളെന്ന് അർത്ഥം പറയാം. എന്തിനാ അത്? എങ്ങനെ ജീവിക്കണം? ആ ജീവിത സന്ധാരണത്തിൽ നീതികേട് കാണിക്കുന്ന മകനാണെങ്കിലും മകളാണെങ്കിലും മരുമകളാണെങ്കിലും മരുമകനാണെങ്കിലും ഭയപ്പെടുത്തി നിലക്കി നിർത്താൻ സാധിക്കണം. അതിനാണ് ശസ്ത്രം എന്ന് പറഞ്ഞത്. അതിന് അയലോക്കക്കാരനാണെങ്കിലും ശരി, നമ്മുടെ നിമ്മതിയെ, നമ്മുടെ മാനസികാവസ്ഥ, നല്ല മാനസികാവസ്ഥയെ ചോദ്യം ചെയ്താൽ പ്രതികരിക്കാൻ സാധിക്കണം. അപ്പോൾ ശാസ്ത്ര ഗ്രന്ഥമാണത്. എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം, എപ്പോൾ പ്രതിരോധിക്കണം, എപ്പോൾ പ്രതിരോധിക്കരുത്, ആരോട് പ്രതിരോധിക്കണം, അതൊക്കെ ഇതിലുണ്ട്. കുറച്ച് മെല്ലെ വായിച്ച് പഠിച്ചാൽ മതി. സമയമില്ല എന്ന് പറഞ്ഞാൽ ഗോ ടു ഹെൽ എന്ന് പറയുന്ന വൃത്തിയുള്ളൂ. ചിലർ പറയും, പട്ടാമ്പി എവിടെ സമയം? ഐ ആം സോ ബിസി. ഓക്കെ, ഗോ ടു ഹെൽ. വൈ? കാരണം അങ്ങനെയാണ് ഇത് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാര്യമാർ അന്യദേശങ്ങളിൽ സഞ്ചാരം ചെയ്ത് മടങ്ങി സ്വരാജധാനിക്ക് സമീപം വന്നു ചേരുന്ന ഭർത്താവിനെ ദൂരത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ അധികരിച്ച ഉത്സവത്തോടും നേത്രങ്ങളിലും മുഖങ്ങളിലും സ്പഷ്ടമായി പ്രകാശിച്ച ലജ്ജയോടും കൂടെ, യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ. ലജ്ജ ഭഗവതിയുടെ അംശമാണ്. സ്ത്രീത്വത്തിൻ്റെ ഒരു നാരായ പേരാണ് ലജ്ജ. അതുകൊണ്ടാണ് പ്രകാശിച്ച ലജ്ജയോടും കൂടെ ആസനങ്ങളിൽ നിന്നും അവരവരുടെ അന്ധകരണങ്ങളിൽ നിന്നും വ്രതങ്ങളോടുകൂടെ പെട്ടെന്ന് എഴുന്നേറ്റ്, ഇപ്പം നാമം ചെല്ലുകയാണെങ്കിലും ഭർത്താവിനെ കണ്ടാൽ നീക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പൂജ ചെയ്യുകയാണോ? യു ഷുഡ് ഗെറ്റ് അപ്പ്. കാരണം ആരാ വരണത്? ഭർത്താവ്. അതിപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും ശരി, അല്ലെങ്കിലും ശരി. അപ്പോൾ ഇവിടെ വ്രതങ്ങളോടുകൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെ നേരെ നോക്കാതെ കടക്കണ്ണുകൾ കൊണ്ട് നോക്കി. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലജ്ജ തന്നെ ഉണ്ടാവും. കടക്കണ്ണുകൊണ്ട് നോക്കി എന്ന് പറഞ്ഞാൽ ഭർത്താവ് അറിയരുത് ഭർത്താവിനെ നോക്കിയെന്നുള്ളത്.
അതാണ് നേരെ മുഖത്ത് നോക്കാതെ, കടക്കണ്ണുകൾ കൊണ്ട് നോക്കി മുഖങ്ങളെ നേരെ ഉയർത്താതെ, നേരെ നോക്കരുത്, എന്നാൽ നോക്കും വേണം. കീഴ്നോക്കി നിൽക്കുകയും ചെയ്തു എന്ന് കാണിപ്പാനാണ് ലജ്ജ കണ്ണുകളിലും മുഖങ്ങളിലും പ്രകാശിച്ചു എന്ന് പറഞ്ഞത്. അന്ധകരണത്തിൽ ലജ്ജയില്ലെങ്കിൽ എങ്ങനെ മുഖത്ത് ലജ്ജ വരിക? മനസ്സിൽ ലജ്ജയില്ലെങ്കിൽ മുഖത്ത് പ്രകാശിക്കില്ല. അപ്പോൾ അതാണ് അന്ധകരണം എന്ന് പറയാൻ കാരണം. ശ്രീകൃഷ്ണനോട് ചേരുന്നതിന് അന്ധകരണം കൂടെ മറവാണെന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണനിൽ ചേരുക എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി കൈൻഡ് ടു ആളിൽ നമ്മൾ ഭാഗവാക്കാവുക. അല്ലാണ്ട് പെങ്ങളുടെ കുട്ടികളെ പറഞ്ഞാൽ നിങ്ങളെന്തിനാ ഉടുപ്പ് വാങ്ങി കൊടുത്തതെന്ന് ചോദിച്ചാൽ പിന്നെ ഭർത്താവല്ല, ഒരു പുരുഷൻ, ഒരു മെയിൽ, അത്രയേ ഉള്ളൂ. ഇന്ന് മിക്ക വീട്ടുകളിലും പ്രശ്നം ഉണ്ടാവുന്നത് എന്താ? വിവാഹം കഴിഞ്ഞാൽ ഭാര്യ വിചാരിക്കുകയാണ് ഇയാളുടെ അമ്മയും പെങ്ങളൊക്കെ ഞാൻ തന്നെയാണെന്നുള്ളത്. അതെന്തിലാണ് വേണ്ടത്? പുരുഷന് അമ്മയിൽ നിന്നും പെങ്ങളിൽ നിന്നും സ്നേഹാദരങ്ങൾ കിട്ടാത്ത ഇൻ അബ്സെൻസ് നമ്മൾ കൊടുക്കണം. അമ്മയുടെ കെയറിങ് ഭാര്യ ചെയ്യണം, സഹോദരിയുടെ കെയറിങ് ഭാര്യ ചെയ്യണം. അതാണ് ഒരു സ്ലോഗനുണ്ട്. മന്ത്രിയായിട്ടും സ്നേഹിതനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരിയായിട്ടും എല്ലാം പെരുമാറാൻ അധികാരം ആർക്കുണ്ട്? ഭാര്യയ്ക്കുണ്ട്. ആ അധികാരത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാതെയിട്ടിരിക്കരുത്. അപ്പോൾ അതിൽ നിന്ന് അവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞതിനാൽ ഉപാധിരഹിതമായ ആത്മാവിനെ ശ്രീകൃഷ്ണനോട് യോജിപ്പിച്ചതാ. ഭഗവാൻ ആരാ? ഭർത്താവ് ആരാ? ഇപ്പോൾ ഭാര്യമാരാ? ആത്മാവാണ്. ഭർത്താവ് ആരാ? ആത്മാവാണ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അയാളിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത് മാനസിക പ്രക്രിയയാണ്. അല്ലാണ്ട് അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് പോയിട്ട് ആലിംഗനം ചെയ്ത് ഇപ്പുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞ ഉടനെ താലി കെട്ടിക്കഴിഞ്ഞാൽ ഉമ്മ കൊടുക്കണം എന്നാണ്. അത് എന്നിട്ട് വീഡിയോയിലെടുക്കും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ കുട്ടികൾ മനസ്സിലാവും, ഓഹോ, അപ്പോൾ ഇതിന് വലിയ ലൈസൻസ് ഒന്നും വേണ്ട, എവിടെ വെച്ചിട്ടും ഉമ്മ കൊടുക്കാമെന്നാണ്. പിന്നെ അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ ഇൻ്റർവെല്ലിൽ മൂത്രമൊഴിക്കാൻ സമയം അങ്ങനെയാണല്ലോ പറയുക പണ്ടത്തെ കാലത്ത്. അപ്പോൾ അവർ കണ്ട മരത്തിൻ്റെ ചുവട്ടിലും അവിടെയൊക്കെ പോയിട്ട് ഉമ്മ കൊടുക്കും. എത്രയോ കേസുകൾ വരുന്നു. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പ്രഗ്നൻ്റ് ആവണം. കാരണം ഞാൻ എൻ്റെ ഭാര്യനെ എടുത്ത് പൊന്തിച്ചില്ലേ എന്നുള്ളത്, പൊന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഫിലിം ചെയ്യേണ്ട ആവശ്യമില്ല. അവൾക്ക് ആവതില്ലാത്ത സമയത്ത് അവളെ എനിക്ക് പരിരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപ്പം കാലത്ത് 10 ആളുടെ മുമ്പിൽ ഇവളെ പൊക്കിപ്പിടിച്ചിട്ട് കിട്ടുന്ന മാനസിക ആനന്ദം അല്ല എനിക്ക് വലുത്. എനിക്ക് ഏതാ? എൻ്റെ ഭാര്യ എൻ്റെ സഹധർമ്മിണിക്ക് വയ്യാതെ കണ്ട് വരുമ്പോൾ അവളെ ഉപചരിക്കുക, അവൾക്കുണ്ടാവുന്ന ആനന്ദത്തിൽ ഞാൻ ചേരുക. ഇന്നിപ്പോൾ വിവാഹത്തിൻ്റെ മുമ്പേ ഉമ്മ കൊടുക്കാൻ തുടങ്ങിയാണ്. എങ്ങനെ? ഈ ഒരു ഫോട്ടോഷൂട്ട് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വള്ളത്തിലേക്ക് ചാടണം, മരത്തിൻ്റെ മുകളിൽ കയറണം. അതല്ല പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവാനിൽ ചേരാൻ വേണ്ടി അതിൽ നിന്ന് അവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞതിനാൽ ഉപാധിരഹിതമായ എന്തെങ്കിലും വിലപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയല്ല. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ? ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അപ്പോൾ ആത്മാവിനെ ശ്രീകൃഷ്ണനോട് യോജിപ്പിച്ചു. അന്ധകരണത്തിൻ്റെ മറവുകൾ അവർക്ക് അസഹ്യമായിരുന്നുവെന്ന് സാരം.
അവരെ കണ്ടാൽ ഭർത്താവ് ഗൃഹത്തിലില്ലാതിരുന്നപ്പോൾ വ്രതം അനുഷ്ഠിച്ചത് തന്നെയാണിരുന്നത് എന്ന് ധരിക്കുവാൻ. ഇത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. വേണ്ട, അത്രത്തോളം അവർക്ക് ഭാരങ്ങളുണ്ട്. ഭർത്താവ് പുറത്തു പോയാൽ വരുന്നവരെ വ്രതം എടുക്കണം എന്നാണ് പറഞ്ഞതേ. എന്ന് പറഞ്ഞാൽ അടക്കത്തോട് കൂടി ഇരിക്കണം എന്നാ. ഭർത്താവിൻ്റെ സവിധത്തിലെ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു അനുശാസനമുണ്ട്. അതിന് ആർക്ക് വേണം അനുശാസനം? ആലോചിച്ച് നോക്കൂ. ഭർത്താവിന് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് 10ാം ക്ലാസ് ആൾക്കാരുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതല്ല. അപ്പോൾ ഇവിടെ പറയണു, വ്രതം അനുഷ്ഠിച്ചത് തന്നെയാണ് ഇരുന്നത് എന്ന് ധരിക്കുവാൻ തക്ക ലക്ഷണങ്ങളെല്ലാം അവരിൽ പ്രകാശിച്ചിരുന്നുവെന്ന് കാണിപ്പാൻ. വ്രതങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സാധിക്കും അത്രത്തോളം വിനയാന്വിതരായിട്ട്, ആർഭാടങ്ങളില്ലാത്ത ജീവിതം എന്നാണ് വ്രതം എന്നുള്ളതിന് വേറൊരർത്ഥം പറയാം. ആർഭാടങ്ങളില്ലാത്തത്. വ്രതങ്ങളോടുകൂടെ എഴുന്നേറ്റുമെന്ന് പറഞ്ഞു. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ അനുസരിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ച് യാജ്ഞവൽക്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരുന്നത്? കളി, ശരീരത്തെ സംസ്കരിച്ച് ആഭരണാദികളെ ധരിച്ച് സഭയിൽ പ്രവേശിക്കൽ പാടില്ല. ഉത്സവങ്ങളെ ദർശിക്കാൻ പോകാൻ പാടില്ല ഭർത്താവ് ഒപ്പമില്ലെങ്കിൽ. അധികം ചിരിക്കാൻ പാടില്ല. ഹാസ്യം, അന്യരുടെ ഗൃഹങ്ങളിലേക്കുള്ള പ്രവേശനം, അന്യരുടെ വീട്ടിൽ പോകാൻ പാടില്ല. ഇവയെല്ലാം വർജിക്കണം. ക്രീഡാം, ശരീര സംസ്കാരം, സമാജോത്സവ ദർശനം, ഹാസ്യം, പരഗൃഹേയാനം ത്യജേൽ പ്രോഷിത ഭർതൃകാഹ എന്ന ആപ്തവാക്യം പറയണം. ഭർത്താവ് ദേശാന്തരം പോയിരിക്കുമ്പോൾ ഗൃഹത്തിലിരിക്കുന്ന സ്ത്രീകൾ പ്രോഷിത ഭർതൃക എന്നാണ് പ്രത്യേക സംജ്ഞ. എന്ന് പറഞ്ഞാൽ ആർഭാടങ്ങൾ ചെയ്യരുത്. ഇന്ന് ഞാനീ പറയില്ല. ഇപ്പം എന്താ പറഞ്ഞത്? ഭാഗവത പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര ആൾക്കറിയാം? ഇപ്പം നാരായണീയം നിങ്ങൾ നീട്ടി വലിച്ച് പറയണ്ടല്ലോ. വായിക്കാൻ പഠിച്ചാൽ മതിയോ? അതേമാതിരി ഭാഗവതം വായിക്കാൻ പഠിക്കല്ല വേണ്ടത്. ഞാൻ വളരെ സിൻസിയറായിട്ട് എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ശ്ലോകങ്ങളും വാക്കാർത്ഥങ്ങളും ഒക്കെ മറന്നോളൂ. ആഖ്യാനം ഒരു 3 പ്രാവശ്യം വായിക്കും. നമ്മുടെ മനസ്സിന് വ്യത്യാസം വരും. അല്ലാതെ കൊണ്ട് വെറുതെയുള്ള വായന വിലപ്പോവില്ല. ഇതൊരു പ്രായോഗിക ശാസ്ത്രത്തിൽ കൊണ്ടുവരാതെ കണ്ട് ഇതിൽ നിന്ന് നമുക്കൊന്നും നേടാനുമില്ല. സപ്താഹവേദിയിൽ പോയി ഊണ് കഴിക്കാം എന്നല്ലാതെ കണ്ട് ഭാഗവതം വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില അനുശാസനമുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു കാലത്ത് ആണ് എയർ ചെയ്യാറ്. ഇന്നലെ തലേ ദിവസം പറഞ്ഞു വയ്ക്കും, എന്നാൽ കാലത്ത് എയർ ചെയ്യും. ഇന്നലെ ഞാൻ വേറൊരു വഴിക്ക് ഒരു കുട്ടിയുടെ കല്യാണത്തിന് ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടി പട്ടാമ്പിയിൽ പോകുന്നുണ്ടായി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സൂര്യകിരണങ്ങൾ സാക്ഷി, മുഖത്തടിക്കുന്ന സൂര്യകിരണങ്ങളാണ് സാക്ഷി. ഞാനിപ്പോൾ പറയണു, ഇപ്പം ചെയ്യും. കാരണം എന്താ? എൻ്റെ ഈ സബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് മെയിനാണ് എനിക്ക്. എന്നപ്പോൾ ഒരു ദിവസം വേണ്ട ചൂടെ, അത്ര വലിയ അസുഖം ഉണ്ടെന്ന് വന്നാൽ ഞാൻ വേണ്ട വയ്ക്കുന്നല്ലാണ്ട് പറയാതെ കണ്ടിരിക്കില്ല. കാരണം എന്താ? ദിസ് ഈസ് മൈ കമ്മിറ്റ്മെൻറ്റ്. ഈ കമ്മിറ്റ്മെൻറ്റ്, അതാണ് ആദർശം എന്ന് പറഞ്ഞത്. ആ ആദർശത്തിനെയാണ് സാത്വിക ദർശനങ്ങളെന്ന് പറയുന്നത്. അതിനാണ് സുദർശനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ സുദർശനം ഭക്തന്മാർക്ക് സംജാതമാകുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കത്തക്കതാണ്, അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ സുദർശനത്തിനെ ഭക്തന്മാർക്കുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ദർശനങ്ങളിൽ നമ്മൾ താല്പര്യം ഉള്ളവരായിട്ടിരിക്കുക, ദർശനങ്ങളെ ബലി കഴിക്കാതെ കണ്ടിരിക്കുക. അപ്പം ഇന്നിപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിക്കാമല്ലോ, ആ പ്രാർത്ഥിക്കണം. നമസ്കാരം.